ടി ജെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് നമ്മൾ എത്തിയത് വടകര അരവിന്ദ് ഘോഷ് റോഡിലാണ് ഉള്ളത്. അപ്പം ഇത് നമ്മുടെ സ്റ്റഡ് പപ്പിയാണ്. ഇതിനകത്ത് ഒരു പപ്പി എനിക്കുണ്ട്. ഈ ബ്ലാക്ക് ഇതിനെയാണ് സ്റ്റഡ് എടുക്കുന്നത്. ഇത് നമ്മുടെ കോഫിയുടെ സ്റ്റഡ് പപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ വടകരയാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സുബീഷേട്ടൻ്റെ വീട്ടിലാണ് ഈ പപ്പീനെ എടുക്കാൻ വന്നത്. അപ്പം ഇവിടെ മൊത്തം 10 പപ്പിയുണ്ട്. 4 മെയിലും 6 ഫീമെയിലുമാണ് ഉള്ളത്. അപ്പൊ വടകര ഉള്ളവർക്ക് പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ സുബീഷേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫാദർ എൻ്റെ കയ്യിലുള്ള കോഫി എന്ന് പറഞ്ഞ മെയിലാണ്. ഇതിന്റെ അമ്മയും അമ്മയുടെ ഫാദറും എൻ്റെ കയ്യിൽ തന്നെയാണ്. ടാർസന്റെ കുട്ടിയാണ് ഇത് വരുന്നത്. ഇതിന്റെ അമ്മയുടെ ലൈൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ മൗലിയുടെ കുട്ടിക്കകത്ത് ഡിഗോമസ്റ്റ് ക്രോസ് ഇന്ത്യൻ ചാമ്പ്യൻ ഡിഗോമസ്റ്റ് അത് വയനാട്ടിലായിരുന്നു ലാസ്റ്റ് കിടന്നത് അരുൺ ഭാസ്കറിന്റെ കയ്യിൽ. അപ്പൊ ആ മെയിലിന്റെ കുട്ടിയാണ് ഇതിന്റെ അമ്മ വരുന്നത്, വല്യമ്മ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചാമ്പ്യൻ ഇമ്പോർട്ട് ബെഡ് ലൈനിൽ വരുന്ന പപ്പീസാണ്. ഇതിന്റെ ഫാദർ ടാർസൻ ലൈൻസ് പറയേണ്ട കാര്യമില്ല. ഇതിന്റെ ചാർക്കോള് ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിന്റെ ഫാദറാണ് സോറോ. 5 കൺട്രി ചാമ്പ്യൻ ആണ്. വല്യപ്പം വന്നത് 9 കൺട്രി ചാമ്പ്യൻ ടെഡ് മേക്കർ. ഇപ്പം ചെയ്തിരിക്കുന്ന മെയിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ ഡയറക്റ്റ് കുട്ടിയാണ് അമ്മ വരുന്നത്. അപ്പം വരുന്നത് BISS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സ്ലാങ്ങർ. മൊത്തം നല്ല അടിപൊളി ലൈനാണ്. പിന്നെ അമ്മയുടെ അമ്മ ലൈനിലെ ചാമ്പ്യൻ ഡിഗോമസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ചാമ്പ്യൻ. അവന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ റെട്രോങ് അമേരിക്കൻ ചാമ്പ്യൻ ആണ്, ഇമ്പോർട്ടാണ്. സൂപ്പർ, 2 സൈഡും നല്ല സൂപ്പർ ബെഡ് ലൈനാണ് വരുന്നത്. അപ്പൊ പപ്പീസിനെ വേണ്ടവര് സുബീഷേട്ടനെ കോൺടാക്ട് ചെയ്താൽ. സുബീഷേട്ടന്റെ വീട് എന്ന് പറഞ്ഞാൽ വടകര നമ്മുടെ പഴയ മാരുതി സർവീസ് സെന്ററിന്റെ ബേക്കിലാണ്, അരവിന്ദ് ഘോഷ് റോഡാണ്. പിന്നെ ലൈൻസ് നല്ല സൂപ്പർ ലൈൻസ് ആണ്. നമുക്ക് വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അമേരിക്കൻ ലൈനേജ് ആണ് വരുന്നത്, ഡബിൾ സൈഡ് വരുന്നത് അമേരിക്കൻ യൂറോപ്യൻ ലൈൻസ് കാരണം വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം. നമുക്ക് പെറ്റായിട്ട് വീട്ടിലൊരു കമ്പാനിയൻ പെറ്റായിട്ട് ഉപയോഗിക്കാവുന്ന പപ്പീസാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും കൂടെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. നമ്മളിപ്പോ സ്റ്റഡിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ക്രോസ് ചെയ്യുന്നില്ലേ, ഇവരുടെ ഫീമെയിലിനെ എന്റെ വീട്ടിൽ വന്ന് ക്രോസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സ്റ്റഡിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡ് സർവീസിൽ എനിക്ക് കിട്ടിയ പപ്പിയാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിരിക്കുന്ന പപ്പി. ആ സ്റ്റഡ് പപ്പിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അവന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഗ്രാൻഡ് ഫാദർ ഓസ്കാറിന്റെ ഒരു കട്ടിലാണ് വാല്, കയ്യ്, കാല്, തലയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കാരണം അവനെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രോസ് ചെയ്യും എങ്ങനെയാണ്? അപ്പന്റെ ആണോ അമ്മയുടെ വീട്ടിലാണോ? അങ്ങനെ ഇതുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മെയിലും ഓരോ പ്രൊഡ്യൂസിങ് ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ ഓസ്കാർ ഡോമിനന്റ് ബ്ലാക്ക് പ്രൊഡ്യൂസർ ആയിരുന്നു. അവന്റെ കുഞ്ഞുങ്ങളിൽ ബ്ലാക്ക് ആണ് 99.9% വീണിട്ടുള്ളത്. പിന്നെ അവന് കോമ്പാക്റ്റ് ആണ്. ബ്ലാക്ക് കുഞ്ഞ് അവന് ഇറങ്ങുള്ളൂ. പിന്നെ ഒരു 50% പ്രൊഡ്യൂസിങ് കിട്ടുമായിരുന്നു ഓസ്കാറിന്. പിന്നെ നമ്മുടെ ചാർക്കോൾ ആകുമ്പോൾ 2ഉം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ചാർക്കോളിന് നല്ല റിങ്കിൾസ് ഉള്ള പപ്പീസും വരുമായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിന്. അങ്ങനെയാണ് ടാർസം വന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പപ്പീനെ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിന്റെ മദർ ഡോഗിനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫാദറിനെക്കാട്ടും കൂടുതൽ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് 70-30 ആണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ 70% അമ്മയുടെ ഒരു കണ്ടീഷനിലാണ് പപ്പി വരുന്നത്, 30% സപ്പോർട്ടീവേ ഉള്ളൂ ഫാദർ. നമുക്ക് തിരിച്ചും പറയാം, ഒരു 10 പപ്പി ഉണ്ടെങ്കിൽ 7 പപ്പി അമ്മയുടെ ഒരു ക്വാളിറ്റി ആയിരിക്കും, ഒരു 3 പപ്പിയേ ഉള്ളൂ അപ്പന്റെ ഒരു ഷേപ്പ് വരുന്നത്. അല്ല, ഇത് വിത്തൗട്ട് KC ആണ്. പക്ഷെ ഇതിന്റെ ഇതിന്റെ ഫാദറും KC രജിസ്റ്റേർഡ് ഡോഗ്സ് ആണ് വരുന്നത്. ഈ KC രജിസ്ട്രേഷനെ കുറിച്ച് ഒന്ന് കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ് KC രജിസ്ട്രേഷൻ, അതെന്താണ്, എവിടെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്? ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ കാലിക്കറ്റ് കന ക്ലബ്ബ്, മലബാർ കന ക്ലബ്ബ് 2 ക്ലബ്ബേ ഉള്ളൂ. അത് 2ഉം കോഴിക്കോടാണ്. നമ്മൾ കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും വയനാട്ടുകാരാണെങ്കിലും ആശ്രയിക്കേണ്ടത് ഈ കാലിക്കറ്റ് കന ക്ലബ്ബിനെ, മലബാർ കന ക്ലബ്ബിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 മാസമായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് റൂൾസ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ആപ്ലിക്കേഷനൊക്കെ ഒരു 10 ദിവസം ആകുമ്പോൾ കൊടുക്കും. അപ്പോൾ അവിടെ വന്നിട്ട് അവർ വെരിഫിക്കേഷന്, നമ്മുടെ ഇവിടെ അടുത്ത് വേറെ ലെറ്റർ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് പോവലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ കൊടുക്കും. ഒരു 15-16 ദിവസം ആകുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മുമ്പേ കൊടുക്കും. നമുക്ക് ചെറിയൊരു ഫണ്ട് അതിന് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ രജിസ്ട്രേഷൻ എടുക്കുന്നതിന്. പിന്നെ രജിസ്ട്രേഷൻ എടുക്കാൻ എല്ലാവരും മടിക്കുന്ന പറഞ്ഞാൽ പേപ്പർ കിട്ടാൻ ഇപ്പോൾ ഒരു 6 മാസം 5 മാസം താമസം വരുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡോഗ്സ് ഇല്ലാത്ത കാരണം ലേറ്റ് ആകുന്നതാണ്. ചിലപ്പോൾ 40 ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കും രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി. ആ ഒരു കാലതാമസം പിന്നെ നോക്കാനുള്ള ചിലവും വെച്ചിട്ടാണ് എല്ലാവരും വിത്തോട്ടി കൊടുക്കുന്നത് ഇപ്പോൾ.
നമ്മളൊരു പപ്പിയെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? I mean, ഒരു എന്തൊക്കെ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ നോക്കണം? ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫാദർ മദർ അതിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ ചിലർ പറഞ്ഞില്ലേ എന്റെ വീട്ടില് പപ്പിയുണ്ട്, പപ്പീനെ എടുത്തിട്ട് ഈ പപ്പി കുരയ്ക്കുന്നില്ല, പിന്നെ ആക്റ്റീവ് ഇല്ല, തിന്നോ ഉറങ്ങുക എന്നുള്ളത്. അത് അതിന്റെ ഫാദറിന്റെ മദറിന്റെ ബ്ലഡ് ലൈന് വരുന്നൊരു പ്രശ്നമാണ്. അത് നമ്മൾ നല്ല അഗ്രസീവും നല്ല ടെമ്പർമെന്റും ഉള്ള പപ്പീസിനെ നമ്മൾ നോക്കിയെടുക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പഞ്ചായത്ത് ലൈസൻസ്, അത് നമുക്ക് പട്ടിനെ വളർത്താനുള്ള ഈ ഡോഗിനെ വളർത്താനുള്ള പെർമിഷനാണ്, പഞ്ചായത്തിൽ നിന്നുള്ള പെർമിഷനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് രാത്രി സമയത്തോ ആ സമയത്ത് ആരെങ്കിലും കയറി നമ്മുടെ കോമ്പൗണ്ടിൽ വന്ന് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ലൈസൻസ് എടുത്ത് വീട്ടിൽ വളർത്തിയ പട്ടീനെ നമ്മുടെ കോമ്പൗണ്ടിൽ കയറി വന്ന് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. പിന്നെ പേവിഷബാധ എടുത്ത് തന്നെ ഉള്ളതിന് ഒരു തെളിവും കൂടിയാണ് ഈ ലൈസൻസ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിനെ വാക്കുമ്പോൾ കേസ് രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളവർ കൂടുതലായിട്ട് ഷോയെ ബ്രീഡിങ് അങ്ങനെയുള്ള ഇതിലാണ് രജിസ്ട്രേഷൻ നോക്കുന്നത്. പിന്നെ ബ്ലഡ് ലൈനിൽ ഒരു പ്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് കേസ് രജിസ്ട്രേഷൻ ഉള്ളത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നത്. നല്ല ബ്രീഡർമാർ, നല്ല പഴയ ബ്രീഡർമാർ, പേരെടുത്ത ബ്രീഡർമാരൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ വലിയൊരു തട്ടിപ്പോ മുട്ടിപ്പോ ഒന്നും വരില്ല. ഇപ്പോഴത്തെ പിള്ളേരാണ് ഇപ്പം കൂടുതലായിട്ടും ഇങ്ങനത്തെ തട്ടിപ്പ് കൊണ്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അനുഭവം ഉണ്ട്. ഞാൻ നമ്മുടെ കോഫിയുടെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത്, കോഫിയുടെ ഫാദർ ഇതാണ്, മദറാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ കസ്റ്റമർക്ക്, തിരുവനന്തപുരംകാരൻ കസ്റ്റമർക്ക് എൻ്റെ അടുത്ത് പപ്പീനെ ചോദിച്ച അവൻ പറഞ്ഞത് ഇന്ത്യൻ BISS ഇന്ത്യൻ ജാബ് ചിന്നാർ സലാങ്കറിന്റെ കുട്ടിയാണ്. ചിന്നാർ സലാങ്കർ എൻ്റെ അടുത്ത് മരിച്ചു പോയിട്ട് തന്നെ 6 മാസമായി. അപ്പൊ അതിന്റെ പപ്പിയാന്ന് കസ്റ്റമറോട് പറഞ്ഞു. ഞാൻ 14,000 രൂപ റേറ്റ് പറഞ്ഞത്, അവന് 20,000 രൂപയാണ് പറഞ്ഞത് വിത്തൗട്ട് ഗെസിയിൽ. അപ്പൊ കസ്റ്റമർ എവിടുന്നോ പോസ്റ്റ് കണ്ടിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഈ ഫോട്ടോ ഇടപ്പോൾ ഈ ഫോട്ടോ തന്നെ എനിക്ക് വേറെ ആൾ അയച്ചു വന്നു. 20,000 രൂപയാണ് കുഞ്ഞിന്റെ വില പറഞ്ഞത്. അത് BISS ഇന്ത്യൻ ജാമ്പ് ചിന്നാർ സലാങ്കറിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറേ എന്നാ പറയുക ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പപ്പിയുടെ ഫോട്ടോ ആയിരിക്കില്ല അതിന്റെ ഫാദറും മദറിനെയും കാണിക്കുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ കൂടുതലും എൻ്റെ അഭിപ്രായത്തിൽ നേരിട്ട് പോയി കണ്ട് അപ്പനെയും അമ്മേനെയും കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ കുഞ്ഞിനെയാണ് സ്റ്റാർട്ട് എടുത്തത്. ഇത് നമ്മുടെ ഏകദേശം നല്ല ഹെയറുള്ള പപ്പിയാണ്, അതേപോലെ നല്ല ടെയിലും ഓസ്കാറിന്റെ അതേ കണ്ടീഷനിലാണ്. അപ്പൊ ഈ പപ്പിനെ സ്റ്റാർട്ട് എടുത്തത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്നാണ് നമുക്കൊരു പപ്പിനെ ഇനി എടുക്കാനുള്ളത്. 2 ദിവസത്തിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അത് വരുന്ന 1 സൈഡ് ഉള്ളൂ, അമേരിക്കൻ ലൈനേജ്, പിന്നെ പഞ്ചാബ് ലൈനാണ് അത് ഫീമെയിൽ വരുന്നത്. അപ്പൊ പിന്നെ ഒന്ന് പയ്യാവൂരുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്തുണ്ട് പപ്പീസ് ഉണ്ട് സ്റ്റാർട്ട് എടുക്കാൻ. അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതാണ് ഇനി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പപ്പീസിനെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.